ഗോഡ്സെയെ പുകഴ്ത്തി ഫേസ്ബുക്ക് കമന്റിട്ട NIT പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ മൊഴിയെടുക്കുന്നു. ഷൈജ ആണ്ടവന്റെ വീട്ടിലെത്തിയാണ് കുന്നമംഗലം പോലീസ് മൊഴിയെടുക്കുന്നത്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, ഷൈജ ആണ്ടവൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ NITയും ഷൈജ ആണ്ടവന്റെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഷൈജ ആണ്ടവന്റെ മൊഴി ഇപ്പോൾ കുന്നമംഗലം പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 12:50 കൂടിയാണ് കുന്നമംഗലം പോലീസ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഷൈജ ആണ്ടവന്റെ ചാത്തമംഗലത്തുള്ള വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ മൊഴിയെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിലാണ് ഗോഡ്സെയെ പ്രശംസിച്ചുകൊണ്ട് ഷൈജ ആണ്ടവൻ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടത്. പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ എന്നായിരുന്നു ആ കമന്റ്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഷൈജ ആണ്ടവനെതിരെ ഉയർന്നിരുന്നു. SFI, DYFI, MSF, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയും പിന്നീട് ഈ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ പരാതിയിൽ ഷൈജ ആണ്ടവനെതിരെ കുന്നമംഗലം പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു. കലാപാഹ്വാനത്തിൽ 153 വകുപ്പ് ചുമത്തിയായിരുന്നു കേസെടുത്തത്. അതിന് പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൊഴിയെടുക്കുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഷൈജ ആണ്ടവൻ NITയിൽ സേവനത്തിന് വേണ്ടി എത്തിയിരുന്നില്ല. അവർ ഇപ്പോൾ അവധിയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം NIT തന്നെയും ഷൈജ ആണ്ടവന്റെ നിലപാടിനെതിരെ അവർ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഒരു സമിതിയെ ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ NIT നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.